ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 1000 വർഷം മുൻപത്തെ ഒരു വലിയ യുദ്ധക്കളത്തിലേക്ക് നിങ്ങളൊരു ആധുനിക ഡ്രോണുമായി ചെന്നാൽ എന്ത് സംഭവിക്കും? ആയിരക്കണക്കിന് പടയാളികൾക്ക് മുകളിലൂടെ ഈ യന്ത്രപക്ഷി പറന്നാൽ എന്തായിരിക്കും അവസ്ഥ? ചിറകടിക്കാതെ ആകാശത്തൊരു നിൽപ്പ് നിൽക്കുന്ന ഈ ഡ്രോൺ കാണുമ്പോൾ ശത്രുക്കൾ കരുതും ഇതൊരു ദൈവിക പക്ഷിയാണെന്ന്. ഡ്രോണിലെ ക്യാമറയിലൂടെ ദൂരെയുള്ള ശത്രുവിനെ കണ്ട് നിങ്ങൾ രാജാവിന് വിവരം കൊടുത്താൽ നിങ്ങൾ ആ രാജ്യത്തെ ഏറ്റവും വലിയ ചാരനായി മാറും. പക്ഷേ ഡ്രോണിൻ്റെ ശബ്ദം കേട്ടാൽ പടയാളികൾക്ക് വട്ടുപിടിക്കും. ചിലപ്പോൾ അവരിതിനെ ഒരു ഭീമൻ കൊതുകാണെന്ന് കരുതി അമ്പ് ചെയ്ത് വീഴ്ത്താൻ നോക്കും. അമ്പുകൾക്ക് പിടികൊടുക്കാതെ നിങ്ങൾ ഡ്രോൺ വെട്ടിച്ചു മാറ്റുമ്പോൾ അവരുടെ ഉള്ളിൽ ഭയം നിറയും. പ്രധാന പ്രശ്നം വരുന്നത് ലാൻഡിങ് സമയത്താണ്. നിങ്ങൾ ഡ്രോൺ ലാൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ നാട്ടുകാർ ഇതിനെ തല്ലിക്കൊല്ലാൻ വേണ്ടി വടിയുമായി നിൽക്കുന്നുണ്ടാവും. ഇനി ചാർജ് തീർന്നു പോയാൽ എന്ത് സംഭവിക്കും? ആകാശത്ത് പറന്നു കിടന്ന ഈ ദൈവം വെറും ഒരു പ്ലാസ്റ്റിക് കഷ്ണമായി മാറും. അങ്ങനെ നമ്മുടെ ഡ്രോണിൻ്റെ ചാർജ് തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതേ രാജാവിൻ്റെ ചോദ്യം, ഈ യന്ത്രപക്ഷി ഒന്ന് പറപ്പിച്ച് കാണിക്കാമോ? നിങ്ങൾക്ക് കൈ മലർത്തി കാണിക്കേണ്ടി വരും.